യമപുരിയിലും അഴിമതിയോ? ഇല്ല ധർമ്മരാജൻ. പിന്നെ ആ ബ്ലേഡ് കമ്പനിക്കാരന്റെ ഫയൽ എവിടെ? ലഗ്ജറി പേരുണ്ട്. അവന്റെ ആത്മാവ് എവിടെ? അടിയൻ. ആരാണിവൻ? ഇയാളൊരു മുൻ മന്ത്രി. ഓഹോ. ഒരു തവണ മന്ത്രിയും ഒന്നിലധികം തവണ MLA-യുമായിരുന്ന ബഹുജന നേതാവ്. ഇവൻ ചെയ്ത കുറ്റം? പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, വെറും കൈയുമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി, ഇപ്പൊ കോടീശ്വരനാ. ഓ അപ്പടിയാ. ഇവനെ തിളച്ച വെളിച്ചെണ്ണയിലിട്ട് പൊഴിക്കട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വില, സ്റ്റോക്കില്ല. എങ്കിൽ പാമായിലോ സസ്യ പൊരിക്കട്ടെ. വിറകിന് സ്വർണത്തിനേക്കാൾ വില കൂടുതലാ, ഗ്യാസ് കിട്ടാനുമില്ല. അതെല്ലാം കിട്ടുന്നതുവരെ ഇവനെ നരകത്തിലിട്ടേക്കൂ. എനിക്ക് ഇങ്ങോട്ട് വാങ്ങിയ ശീലമുണ്ട്, അങ്ങോട്ട് കൊടുത്ത് പരിചയമില്ല. ശരി, തൽക്കാലം താൻ എന്റെ പ്രൈവറ്റ് റൂമിൽ ചെന്നിരിക്കും. വൈകിട്ട് ആഫീസ് സമയം കഴിഞ്ഞ് ഒരു സൈഡ് റൂമെങ്കിലും തരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. ആരാണിവൾ? ഒരു ക്യാബറേ നർത്തകി. ക്യാബറയോ എന്ന് വെച്ചാൽ? തുണി അഴിച്ചിട്ടാട്ടോ. തുണിയില്ലാതാടുകയോ? ചിത്രഗുപ്ത. പ്രഭു, അടിയൻ ഭരതനാട്യവും മോഹിനിയാട്ടവും ഒക്കെ പഠിച്ചവളാണ്. പിന്നെന്തിന് തുണിയില്ലാതെ ആടി? ആളുകൾക്ക് തുണി വേണ്ട. നാരായണ. നമസ്കാരം. വരിക നാരദരെ, വരിക. നാരദർ വരുന്ന വിവരം വൈകുണ്ഠനാഥൻ വയർലെസ് വഴി നമ്മെ അറിയിച്ചു. അടിയന് കേരളത്തിൽ നിന്ന് വന്ന ശ്രീമാന്മാർ പട്ടം താണുള്ള MN ഗോവിന്ദൻ നായർ, ശ്രീകണ്ഠൻ നായർ, AKG, TV തോമസ്, TK ദിവാകരൻ തുടങ്ങിയവരെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. അവരെല്ലാം സ്പെഷ്യൽ വാർഡിലെ AC റൂമുകളിലുണ്ട്. ചിത്രഗുപ്ത. പ്രഭു. നാരദരെ കൂട്ടിക്കൊണ്ടുപോകൂ. കൽപ്പന പോലെ. അടിയൻ പോയി വരാം. ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചതാ. ഇടുക്കൻ സ്കോറത്രയായി? എന്തു പറ്റി നാരദരെ? സാരമില്ല, കുട്ടികളല്ലേ. മുരുക, നിനക്ക് കുസൃതി കുറെ കൂടുന്നുണ്ട്. ഞാനല്ലേ വിനായകൻ ചേട്ടനാ. ആ മക്കളെ, ദൂരെ പോയി കളിക്കൂ. മഹർഷേ, എന്താ ഇങ്ങനെ ഈ അനവസരത്തിൽ? ക്ഷമിക്കണം ശൈലജെ, പ്രശ്നം ഗുരുതരം. നാരദരെ, വിവരങ്ങളൊക്കെ ദേവേന്ദ്രൻ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. മഹാദേവ, അങ്ങ് ഉടനെ വിഷ്ണുദേവനെ കാണണം. നാരദ യമലോകത്ത് പോയി കേരള ഭരണത്തെ കുറിച്ച് പഠിച്ചോ? പറഞ്ഞു കേട്ടിടത്തോളം ഇത്രയും നല്ലൊരു ഭരണം ഭൂലോകത്ത് മറ്റൊരിടത്തുമില്ലത്രേ. ശരി, പുതിയ പരിപാടികളെ കുറിച്ച് നമുക്ക് വിഷ്ണുദേവനുമായി ചർച്ച ചെയ്യാം. നാരദരെ, ദേവലോകത്ത് സോഷ്യലിസം സ്ഥാപിക്കാൻ കണ്ടെത്തിയിട്ടുള്ള പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒരു കരടുരേഖ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ. ബാക്കി ചർച്ച ചെയ്ത് പൂർണ്ണമാക്കാം. വായിക്കൂ, കേൾക്കട്ടെ. ഇന്ദ്രസഭ പിരിച്ചുവിട്ട് ദേവലോകത്ത് ഉടനടി ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണം. എന്ത്? ഇന്ദ്രലോകത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പോ? അതിനു മുമ്പ് ദേവേന്ദ്രന്റെ കഴിഞ്ഞകാല ചെയ്തികളെ കുറിച്ച് ഒരു ഏകാംഗ കമ്മീഷനെ കൊണ്ട് പരസ്യാന്വേഷണം നടത്തിക്കണം. അന്യായം, അഹങ്കാരം. അന്വേഷണം പൂർത്തിയാകും വരെ ദേവേന്ദ്രൻ ഇന്ദ്രലോകം വിട്ട് പുറത്തു പോകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും വിസയും കണ്ടുകെട്ടണം. ഇന്ദ്രന്റെ പുഷ്പകവിമാനം പിടിച്ചെടുത്ത് ഇന്ത്യൻ എയർലൈൻസിനെ ഏൽപ്പിക്കണം. ദേവേന്ദ്രൻ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കണോ മഹർഷേ? ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ഒരു പുതിയ മാരുതി കാർ വാങ്ങിക്കൊടുക്കണം. ഐരാവതം എന്ന വെള്ളാനെ വല്ല കൂപ്പ് കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ച് തടി പിടിപ്പിക്കണം. ഐരാവതവും ഉച്ചൈസ്രവസ്സും ദേവലോകത്തെ പൊതുസ്വത്തുക്കളല്ലേ മഹർഷേ? അത് ഇന്ദ്രൻ മാത്രം കൈയടക്കി വെക്കുന്നത് ശരിയാണോ മഹാദേവ? ദേവലോകത്ത് പുതിയ തെരഞ്ഞെടുപ്പിന് പണം വേണ്ടേ നാരദരെ? അതിന് വഴിയുണ്ട്. ഊർവശി മേനകമാരെ നായികമാരാക്കിക്കൊണ്ട് ഒരു സെക്സ് ഫിലിം നിർമ്മിക്കുക. ദേവേന്ദ്രൻ തന്നെ നായകൻ. ഐഡിയ. ആ പടം 100 days sure. അന്യായം, അധർമ്മം. ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ. ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രനെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല.
നാരദ അതേ ഒരുമാതിരി തന്തയില്ലായ്മ പറയരുത്. ആർഡർ ആർഡർ. ഈ പരാമർശം സഭാ നടപടികളിൽ നിന്ന് നാം നീക്കം ചെയ്യുന്നു. കക്ഷിയിലെതിരായിരിക്കണം മഹാവിഷ്ണു പ്രതിപക്ഷം ചേർന്നിരിക്കുന്നു. ദേവേന്ദ്ര, ഇനി നാം ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. വരൂ. അതെ, ഒരുത്തനെയും വിടത്തില്ല. അങ്ങനെയുണ്ട. പോകുന്നവർ പോകട്ടെ. നാരദരെ, സോഷ്യലിസം പഠിക്കാൻ നാം ആരെയാണ് കേരളത്തിലേക്ക് അയക്കുന്നത്? കൽപ്പിച്ചനുഗ്രഹിച്ചാൽ അടിയൻ പോയി വരാം. ഒരു കാര്യം, കേരളത്തിലെത്തിയാൽ ഇന്നിവിടുള്ള ദൈവീയ ശക്തിയും സിദ്ധികളും ഒന്നും അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഈ ദേവലോകത്തിന്റെ പ്രതിച്ഛായ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ അടിയൻ തയ്യാറാണ്. കാലവിളംബം കൂടാതെ നാരദർ കേരളത്തിലേക്ക് പോയി വരും. നാരായണ, കേരളത്തിൽ ഇത്രയധികം കൃഷ്ണഭക്തന്മാരോ? നാരായണ നാരായണ. നാരായണ അല്ലടിയാ, രാം രാം ഹരേ രാം രാം രാം. ഇത്ര ചെറുപ്പത്തിലെ കൃഷ്ണഭക്തന്മാരായി തീർന്ന നിങ്ങളൊക്കെ ആരാണ്? അളിയനോ? നാരായണ. ആശാൻ എവിടുന്നാ വരുന്നേ? ഊളം പറയുന്നോ കുതിരവട്ടം നിന്നോ? നാം ദേവലോകത്ത് നിന്നും വരികയാണ്. ദേവലോകത്ത് നിന്നല്ലേ പറഞ്ഞത്? ചൈന കഴിച്ചോ? എന്താ ഇത്? അമൃത് അമൃത്. നമുക്കൊന്നും ശീലമില്ല. വേണ്ട. മാറൂ. മാറൂ. വേണ്ട. കേരളത്തിൽ വന്ന ആദ്യത്തെ അനുഭവം തന്നെ ഇത്ര ക്രൂരമായി പോയല്ലോ നാരായണ. നാരായണ നാരായണ നാരായണ. എന്നെ വിളിച്ചോ? പിന്നെ എന്റെ പേരെങ്ങനെ മനസ്സിലായി? നാരായണ. വെറും നാരായണല്ല, നാരായണൻ നമ്പൂതിരി. പണ്ട് ആന ഉണ്ടായിരുന്ന ഇല്ലത്തിലെയാ, പക്ഷെ ഇപ്പൊ കുഴിയാന പോലും ഇല്ല. നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. CIDയോ വിജിലൻസോ അതോ ടെമ്പിൾ സ്ക്വാഡോ? ഈ പൊതുകെട്ടിൽ എന്താണ്? ഇനിയിപ്പോ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ദാ ഭഗവതിയുടെ വിഗ്രഹമല്ലേ? കൂടെ കൊണ്ടു നടക്കുകയാണോ പരമഭക്തൻ? ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കാനാ. നല്ല കാര്യം. അവിടെയും ഭക്തന്മാർ വളരട്ടെ. അതിന്റെ പ്രത്യേക പുണ്യം നിങ്ങൾക്ക് കിട്ടും. പുണ്യം മണ്ണാൻ കട്ട. ജീവിക്കാൻ വഴിയില്ലാത്തോണ്ടേ പറിച്ചെടുത്താ. മനസ്സിലായില്ലേ? മോഷ്ടിച്ചതാണെന്ന്. നാരായണ, പൂജ ചെയ്യുന്ന കൈകൾ കൊണ്ട് വിഗ്രഹം മോഷ്ടിക്കുകയോ? സാറിനത് പറയാം. ഞാൻ ക്ലാസ്സോടെ MA പാസ്സായവനാ, അറിയാവോ? ബിരുദധാരിയായ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചുകൂടെ? ജോലിയോ? ഇവിടോ? ഇവിടെ ജോലി വേണമെങ്കിലേ 10,000 കൈക്കിൽ കൊടുക്കണം സാറേ. ഓഹോ. ആട്ടെ, ഈ വിഗ്രഹം മോഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലൊരു 4-5 എണ്ണം കൂടെ തട്ടണം. അത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനൊരു പടം പിടിക്കും. പടമോ? അതെ, സിനിമ. ഒരു സിനിമാ നടനാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. നമുക്ക് നാരായണനോട് ഒരു പ്രത്യേക മമത തോന്നുന്നു. വരൂ. കാര്യമൊക്കെ കൊള്ളാം, പക്ഷെ പകുതി വഴി ചെല്ലുമ്പം വേഷം മാറരുത്. നാരായണൻ നമ്മെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സാറേ, ഈ പോലീസിനെയും പേപ്പട്ടിയെയും എവിടെ കണ്ടാലും എനിക്കറിയാം. ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിനായി ഇവിടെ വന്നതാണ്. പേര് പറഞ്ഞില്ലല്ലോ. നാരദൻ. അത് കള്ളപ്പേരാ. സത്യം പറ സാറേ, സാറാരാ? ഞാൻ ഒരു സന്യാസിയാണ്. വിരോധമില്ലെങ്കിൽ ഞാനും കൂടെ വരാം. വന്നോ?
പക്ഷെ സ്റ്റേഷൻ അടുത്തെത്തുമ്പം തൊണ്ടി സഹിതം തട്ടി അകത്താക്കാമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല.